അവസാനിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡ് ആയിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. വീട് വിട്ടുപോലും പുറത്തിറങ്ങാത്ത ഞാൻ ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഈ വർഷം അച്ചീവ് ചെയ്തു. എടുത്തു പറയേണ്ടത് ട്രാവൽ തന്നെയാണ്. ഇന്ത്യയുടെ അകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളും പുറത്ത് ഒരുപാട് സ്ഥലങ്ങളും. ഇതിന്റെ ഇടയ്ക്ക് എന്റെ സ്കിന്ന് കുളമാകുമെന്ന് കരുതും. പക്ഷേ ഈ വെതറും ക്ലൈമറ്റും ഒന്നും ചേഞ്ച് ആയാലും എന്റെ സ്കിന്ന് വലിയ പ്രശ്നം പറ്റില്ല. 2024 2025 എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ്. സമയത്തും കാലത്തും നേരെ ചൊവ്വ ആഹാരം കഴിക്കാതെ സ്ട്രെസ് അടിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ശരീരത്തിന് വേണ്ടുന്ന ഗ്ലൂട്ടാത്തൈൻ ഒന്നും എന്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. വലിയ മിടുക്ക് എന്നൊന്നും കരുതണ്ട, കുറ്റം തന്നെ. വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള നല്ലൊരു സപ്ലിമെന്റ് നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും എന്തുകൊണ്ടും അടിപൊളിയാണ്. ഇതിലടങ്ങിയിരിക്കുന്നത് ജാപ്പനീസ് ഗ്ലൂട്ടാത്തൈൻ ആണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തൈൻ ആണ് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ സെല്ല് ഡാമേജ് ആയിട്ടുള്ളതൊക്കെ റിപ്പയർ ചെയ്ത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റും. ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടും. വിറ്റാമിൻ സി നമ്മുടെ ഏജിങ് കുറച്ച് ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റി അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തൈൻ പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ വിറ്റാമിൻ സിയുടെയും ഗ്ലൂട്ടാത്തൈന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ സപ്ലിമെന്റ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. നിറം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസർമാർ പ്രൊമോട്ട് ചെയ്യുന്ന ആ ടാബ്ലറ്റുകൾ സത്യത്തിൽ നമുക്ക് ഗുണമാണോ അതോ മാരകമായിട്ടുള്ള ദോഷമാണോ ചെയ്യുന്നത്? ജാസ്മിൻ ജാഫർ തൻ്റെ സ്കിൻ ബെറ്റർ ആയതിനെ കുറിച്ചിട്ട് പങ്കുവെച്ച വീഡിയോയും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളെയും കുറിച്ചിട്ട് ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ചർമ്മത്തിൻ്റെ നിറം എന്നത് മെലാനിൻ എന്ന ഘടകത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷണം നൽകാൻ ഈ മെലാനിൻ അത്യാവശ്യമാണ് എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ വെളുത്ത നിറം മാത്രമാണ് ബെറ്റർ സ്കിൻ എന്ന തെറ്റായ ധാരണ പടർത്തുവാനായിട്ട് പല വീഡിയോകളും ശ്രമിക്കുന്നുണ്ട്. കറുത്ത വർഗ്ഗക്കാരായ ഒരാളുടെ സ്കിൻ ബെറ്റർ ആകുക എന്ന് പറഞ്ഞാൽ അത് വെളുക്കുക എന്നാണോ അർത്ഥം? അത് ഒരിക്കലുമല്ല. അപ്പോൾ ഇന്ന് ഒരുപാട് വീഡിയോസിൽ ഈ ഇൻഫ്ലുവൻസർമാർ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ ഇത് ടാബ്ലറ്റുകളായിട്ടും ഇഞ്ചക്ഷനായിട്ടും ഒക്കെ ലഭ്യമാണ്. ജാസ്മിനിൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം. ജാസ്മിൻ പറയുന്നത് താൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും ലിങ്ക് ചോദിക്കുന്നവർക്ക് മാത്രമാണ് അത് ഷെയർ ചെയ്ത് നൽകുന്നു എന്നുമാണ്. ഫോളോവേഴ്സിന്റെ എത്ര വലിയ ഫാൻസ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യം തന്നെ. അടുത്തേലും ചേഞ്ച് ആയാലും എന്റെ സ്കിന്ന് വലിയ പ്രശ്നം പറ്റില്ല. 2024 2025 എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ്. 2024 അങ്ങനെ 2025 അങ്ങനെ അല്ലേ? പോട്ടെ, എനിക്ക് ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. പറ്റിക്കുന്നതിന് ഒരു കണക്കില്ലേ? അല്ലെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂടെ ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിയ ഫോട്ടോ ആണെന്ന്. എന്നിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചോദിച്ചാൽ ഇങ്ങനെ നിങ്ങൾ തോന്നുന്നത്. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. നിങ്ങൾ ക്രീം ഫേസിൽ പുറത്തുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവർ പറയും. നമ്മൾ വല്ല ക്രീമോ ഒന്നും വൈ തേക്കുന്ന പോലെയല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഒരു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇത്തരം കെമിക്കലുകൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് വലിയ അപകടങ്ങളെ തന്നെ ക്ഷണിച്ചു വരുത്തും. വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ഒരു കാറ്റഗറി ടൈപ്പ് സാധനങ്ങൾ ഞാനിപ്പോ എടുക്കാറില്ല. ബട്ട് സ്റ്റിൽ ഇതെനിക്ക് ഭയങ്കര നെസസറി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. റീസെന്റ് ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയായി. അതിനകത്ത് ഞാനൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീക്ക് ന്യൂട്രിക്സിന്റെ ഒരു ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതില് ഞാൻ കൊടുത്തേക്കുന്ന ഞാൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നോർമലി എന്റെ ട്രാവലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രാവലിനിടയിൽ എന്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും ലൈക്ക് എന്ത് ഒരു സ്കിന്നിൽ എന്തെങ്കിലും ടാൻ അടിച്ചാലും എന്ത് ചെയ്താലും എന്നെ അത് ഒരുപാട് ബാധിക്കാറില്ല. കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ സ്കിന്നിന് എനിക്ക് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. എന്റെ 2024 2025 പിക്ക് ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു എന്റെ വീഡിയോ. അപ്പൊ ആ വീഡിയോ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്യുന്നതാണ്. ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഈ 2 ഫോട്ടോയും ഒരു എഡിറ്റഡ് ഫോട്ടോ ആണ്. പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് എന്ന് ചോദിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. സോ ഫസ്റ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യാം, ഈ 2 ഫോട്ടോയും എഡിറ്റഡ് ഫോട്ടോ അല്ല. ഇതിൽ ഏതാണ് ഈ കുട്ടി എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് 2025 എന്റെ സ്കിന്ന് ബെറ്റർ ആയതാണോ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സ്കിന്ന് ഡൾ ആയിട്ടിരിക്കുന്നതാണോ ഞാൻ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. 2024 എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ആണ്. ഞാൻ 2023 സെപ്റ്റംബർ സംതിങ്ങിനാണ് എടുക്കുന്നത്. ഇൻഫ്ലുവൻസർമാർക്ക് ഇതിന് എന്ത് ഓതറൈസേഷൻ ആണ് പറയാനുള്ളത്?
എന്നിട്ട് ഞാൻ 2024 പറഞ്ഞാൽ കൊടുത്തേക്കുന്നത് ലൈക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ 2024 2025 എന്റെ സ്കിന്ന് ഡള്ളായിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാവട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. ഞാൻ ഈ പറയുന്നത് സപ്ലിമെന്റ്സ് എടുത്തില്ലെങ്കിൽ ഒക്കെ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ബാക്ക് ടു ആ ട്രാക്കിലോട്ട് വരേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ സ്കിന്ന് കെയർ ചെയ്യാറുണ്ട്. സോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള ഒരു തുള്ളി എഡിറ്റിങ്ങോ എക്സ്പോഷർ കൂട്ടോ വിവിഡിടുവോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ആ ടൈമിൽ തന്നെ ഞാൻ വേറെ വീഡിയോസും എടുത്തതിന്റെ ഇത് കൊടുത്തേക്കാം. ഞാനും എന്റെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയപ്പോൾ ഉള്ളൊരു ടൈമാണ് കേട്ടോ അത്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. എനിക്ക് പഴയ ആ ഒരു ഫ്ലോയിലേക്ക് ഇല്ല കേട്ടോ. എനിക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ഞാനൊന്ന് തടയുന്നുണ്ട്. ആ ഒരു ട്രാക്കിലോട്ട് വരുന്നേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് കുറച്ച് കമന്റ്സുകൾ ഞാൻ കണ്ടു. ഇത് എഡിറ്റഡ് ആയിരിക്കില്ല, മേ ബി ഫോണിന്റെ ചേഞ്ച് കാരണം അതിലുള്ള ഡിഫറൻസ് ആവും. ഞാൻ നോക്കിയ ഫോണൊന്നുമല്ല കേട്ടോ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞാൻ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണൊന്നുമല്ല. ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 16 Pro ആണ്. കാരണം അതിന്റെ ഒരു ഇതും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഇനിയിപ്പം തെളിവില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് 16 Pro ആണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് 17 Pro Max ആണ്. 2025 ഞാൻ വീഡിയോ ഇടുമ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് 16 Pro തന്നെയാണ്. ഞാൻ ഈ ഇടയ്ക്കല്ലേ 17 Pro Max എടുത്തത്. ഓക്കെ, ഞാൻ ആ സമയത്തും എനിക്ക് ഓർമ്മയില്ല, ചെക്ക് ചെയ്യണം. ഐ തിങ്ക് എന്താണെങ്കിലും 16 Pro ഒട്ടും കുറഞ്ഞ ഫോണൊന്നുമില്ല. അതിനകത്ത് വളരെ ക്ലാരിറ്റിയോടെ കാണാം. ഇനി ചില കമന്റ്സ് ഞാൻ കണ്ടത് ലൈറ്റിങ്ങിന്റെ ഡിഫറൻസ് ആവുന്നതാണ്. വേറെ ലൈറ്റിൽ ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തതുകൊണ്ട് അതും ഞാൻ കാണിച്ചു തരാം. ലൈറ്റിങ്ങിന്റെയും ഒരു ഇഷ്യൂ അല്ല കേട്ടോ. അന്ന് എന്റെ സ്കിന്നിന് ഡൾ ആയിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, അങ്ങനെ സ്കിൻ ഡള്ളായിരുന്നു. ഇനി 2025 ഞാൻ എടുത്ത മറ്റേ വീഡിയോ, അതും എഡിറ്റഡ് ആണെന്ന് മേ ബി പറയാം. അതിലും യാതൊരു എഡിറ്റും കൊടുത്തിട്ടില്ല, എക്സ്പോഷർ കൂട്ടിയിട്ടില്ല, വിവിഡ് ഇട്ടിട്ടില്ല, ഒരു തരത്തിലുള്ള എഡിറ്റും ഇല്ല. വേണമെങ്കിൽ അതിന്റെ 2-3 വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഒന്നും ഞാൻ അതിലും ചെയ്തിട്ടില്ല. പിന്നെ എന്റെ സ്കിൻ എന്ന് പറഞ്ഞാല് ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ സ്കിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡള്ളാവും. ഞാൻ സൂക്ഷിച്ച് വളരെ കൃത്യമായി കൊണ്ടുപോയാൽ എന്റെ സ്കിന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. വളരെ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് എന്റെ സ്കിന്നിൽ അധികം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്റെ സ്കിന്ന് ഡൾ ആവാറുണ്ട്, ലൈക്ക് പെട്ടെന്ന് പിഗ്മെന്റഡ് ആവാറുണ്ട്. പക്ഷെ അത് മാറ്റാനും എനിക്കറിയാം. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സാധാരണ നിങ്ങൾ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഇതിനെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ കേട്ട് കാണും. ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസർ മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ എന്റെ കബോർഡ് നോക്കിയാൽ തന്നെ കാണാം. എന്റെ കയ്യിൽ ഒരു 4-5 മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു 4-5 സൺസ്ക്രീൻ ഉണ്ട്. എന്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ന്യൂട്രീക്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം, കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു വട്ടം ഇതിന്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ് ആ ടൈമും അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഫുൾ ട്യൂബ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് എന്റെ ഫസ്റ്റ് ഫ്ലാറ്റ്, ഇത് എന്റെ സെക്കൻഡ് ഫ്ലാറ്റ് ആണ്. ആദ്യമേ ഞാൻ റെന്റ് നിന്ന ഫ്ലാറ്റില് അതിലും ഞാൻ ഈ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തും ഞാൻ ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് അവരിപ്പോ ഒരു 4-5 ട്യൂബാണ് അയച്ചു തരുന്നതെങ്കിൽ ഞാൻ അതിനകത്ത് 2 ട്യൂബ് ചിലപ്പോൾ ഞാൻ ആയിരിക്കും കഴിക്കുന്നത്. എന്റെ ബാക്കി 3 ട്യൂബ് ഞാൻ എന്റെ ഫ്രണ്ട്സിന് കൊടുക്കും, അവർക്ക് കഴിക്കാൻ. സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 1 year ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ്. ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മേ ബി ഓക്കെ, ഇനിയിപ്പം എന്തെങ്കിലും അത് കണ്ടപ്പോൾ കുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. സോ എനിക്കിത് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുന്നത്. അത് കുറെ റിയാക്ഷൻ ചാനലുകൾ എടുത്ത് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോസ് ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമല്ലായിരിക്കും, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും സന്തോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കത് കേൾക്കുമ്പോൾ, നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ അത് ഉള്ളോട് നമുക്കത് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഓഡിയൻസിനെ എനിക്ക് മനസ്സിലാക്കണം, ഇത് അങ്ങനെ അല്ല കേട്ടോ, ഞാൻ നിങ്ങളെ ചീറ്റ് ചെയ്യല്ല എന്നുള്ളത്. പിന്നെ ഞാൻ പ്രൊമോഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. ഒബ്വിയസ്ലി ഞാൻ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. ഞാൻ എന്റെ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് എനിക്കൊരു 4 വർഷം ആവാറായി. 4 വർഷം ആവാറായി. ഞാൻ ഇത്രയും നാളായിട്ട് എന്റെ ചാനൽ ബിൽഡ് ചെയ്ത്, എന്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും, എനിക്ക് ഫേസ്ബുക്ക് ഇല്ല കേട്ടോ. ഫേസ്ബുക്കിൽ എന്റെ ചാനലാന്ന് പറയുന്ന കൂട്ടത്തിൽ എല്ലാം പറഞ്ഞു. അതായത് ഉയർന്ന അളവിൽ ഗ്ലൂട്ടാത്തയോൺ കഴിക്കുന്നത് കരളും വൃക്കയും ഒക്കെ തകരാറിലാക്കുവാനായിട്ടുള്ള കാരണമായിട്ട് മാറും. അതുപോലെ ദീർഘകാലം ഇത് ഉപയോഗിച്ചാൽ സ്കിൻ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള സ്ഥിതിയിലേക്ക് അത് നയിച്ചേക്കാം. ഫേസ്ബുക്ക് ആണെന്ന് പറഞ്ഞ് ആരോ എന്റെ ഇതൊക്കെ വെച്ചിട്ട് എന്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആ സെക്കൻഡിന് അപ്പുറത്തുകൊണ്ടേ പോസ്റ്റ് ചെയ്ത് ആരോ ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് എന്റെ ഫേസ്ബുക്ക് അല്ല. ഞാനത് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ സ്റ്റാർട്ട് ചെയ്ത എന്റെ ഒരു സമയം തൊട്ട് ലൈക്ക് നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണം, നമുക്ക് ഫെയിം ഉണ്ടാവണം, നമുക്കായിട്ടൊരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്റെ വിശ്വാസം ഞാൻ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ്. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് വളരെ ചെറുതാവാം, എന്താവാം, പക്ഷെ എനിക്ക് ചിലർക്ക് വലുതാവാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തത് വളരെ വലിയൊരു കാര്യമാണ്.
സോ ഞാൻ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നത് പ്രൊമോഷൻസിൽ നിന്നും ആഡ് ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി ഞാനത് ചെയ്യും, ഉറപ്പായും ഞാനത് ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങളെ ചീറ്റ് ചെയ്യണം, നിങ്ങളെ പറ്റിക്കണം. ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഇത് ഓക്കെ എനിക്ക് ഇവിടെ ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ കാണണ്ട, നോച്ചിയോ സ്കിപ്പ് ചെയ്തോ, നിങ്ങൾ കളഞ്ഞോളൂ. ഇതിന് പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ട്. വയറുവേദന, അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ്, അലർജി എന്നിവയൊക്കെ സാധാരണമായിട്ട് വരുന്ന പാർശ്വഫലങ്ങളാണ്. പല വിദേശ രാജ്യങ്ങളിലും ഇത് നിരോധിച്ചിരിക്കുകയാണ് എന്നുകൂടി ഓർമ്മിക്കുക. അപ്പോൾ പലപ്പോഴും പണത്തിന് വേണ്ടിയിട്ട് ധാരാളം ഇത്തരം പ്രൊമോഷനുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ താൻ പണ്ട് പ്രൊമോട്ട് ചെയ്ത വൈറ്റനിങ് ക്രീമുകൾ അതിൽ മെർക്യൂറിയും ലെഡും ഒക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് ജാസ്മിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ വീണ്ടും വീണ്ടും ശാസ്ത്രീയമായിട്ട് അടിത്തറ ഇല്ലാത്ത കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തോ അത് ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതുപോലെ എപ്പോഴും നിങ്ങൾ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അത് നിങ്ങളുടെ തന്നെ ശരീരത്തിൽ ഒരിക്കലും പരീക്ഷണങ്ങൾ നടത്തരുത്. അപ്പോൾ ചർമ്മരോഗ വിദഗ്ധർ, ഈ ഡെർമറ്റോളജിസ്റ്റിൻ്റെയൊക്കെ നിർദ്ദേശമില്ലാതെ ഇത്തരം ടാബ്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ തന്നെ അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം. അതുപോലെ പ്രധാനമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സൗന്ദര്യത്തെക്കാൾ വലുതാണ് നിങ്ങളുടെ ആരോഗ്യം. അപ്പോൾ നിങ്ങൾ എപ്പോഴും സൗന്ദര്യം അത് അത്യാവശ്യത്തിനൊക്കെ ഉള്ളത് ദൈവം തന്നത് മതി എന്ന് കരുതി അതിൽ തൃപ്തിപ്പെടുക. മാത്രവുമല്ല ഈ ഗ്ലൂട്ടോത്തയോൺ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ സാധാരണ ചർമ്മം പഴയ രീതിയിലേക്ക് തന്നെ, പഴയ നിറത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരമല്ല. പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി വിൽക്കപ്പെടുന്ന ഇത്തരം മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനകളൊന്നും കഴിഞ്ഞവ ആകണമെന്നില്ല. വ്യാജ ഡോക്ടർമാരിൽ നിന്നോ കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിക്കാത്തവരിൽ നിന്നോ ഇത്തരം ചികിത്സ നേടുന്നത് മാരകമായിട്ടുള്ള സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം പോലുള്ള ചർമ്മരോഗങ്ങൾക്കൊക്കെ കാരണമായേക്കാം. അതുപോലെ മെലാനിൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിലൂടെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ചർമ്മത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയാണ് ഇല്ലാതാകുന്നത്. ഇത് അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് തന്നെ കടന്നു ചെല്ലുവാനുള്ള കാരണമുണ്ടാകും. സൗന്ദര്യ സങ്കല്പങ്ങൾ ഇന്നും ഓരോരോ കാലത്ത് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ ആരോഗ്യം ഒരിക്കൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് പിന്നെ തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ്. പണത്തിനും പ്രശസ്തിക്കുമൊക്കെ വേണ്ടി ചില ഇൻഫ്ലുവൻസർമാരൊക്കെ ഇത്തരം ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവ വിശ്വസിച്ച് സ്വന്തം ശരീരം വിട്ടു നിൽക്കുന്നവർ എപ്പോഴും ഒരു നിമിഷം ചിന്തിക്കുക, നിങ്ങളുടെ ചർമ്മം വെളുത്തതാണോ കറുത്തതാണോ എന്നതിലല്ല, അത് ആരോഗ്യമുള്ളതാണോ എന്നതിലാണ് കാര്യം. ഈ ജാസ്മിൻ ജാഫർ പറയുന്നത് പോലെ ബി കൈൻഡ് എന്നത് മറ്റുള്ളവരോട് മാത്രമല്ല സ്വന്തം ശരീരത്തോടും കാണിക്കേണ്ട ഒന്നാണ്. ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വീഴാതെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെ മാത്രം എപ്പോഴും പിന്തുടരുക. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാതെ ഒരിക്കലും ഒരു ഗുളികയോ ഇഞ്ചക്ഷനോ ഒന്നും ചർമ്മത്തിന് വേണ്ടിയിട്ട് കഴിക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ പലരും ഇത്തരം ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ കണ്ടിട്ട് സുന്ദരിയായേക്കാം എന്നുള്ള ചിന്തയിൽ ഇതിൻ്റെ പിറകെ പോകുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോഴേക്ക് ഇതിനെക്കുറിച്ചിട്ട് ചില വിഷയങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നിയത്. നമുക്ക് ഈ വിഷയം ഒന്നുകൂടി ചുരുക്കി കാണാം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഫിൽട്ടറുകളുടെയും എഡിറ്റിങ്ങിൻ്റെയും ലോകത്താണ്. അവിടെ ഓരോരുത്തരുടെയും ഓരോരോ സൗന്ദര്യ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടുന്നു. എന്നാൽ ആ വെളുത്ത നിറത്തിന് പിന്നാലെ പോകുമ്പോൾ നമ്മൾ പണയപ്പെടുത്തുന്നത് സ്വന്തം ശരീരത്തിനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസർമാർക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. ലക്ഷങ്ങളൊക്കെ പ്രതിഫലം കിട്ടുമ്പോഴേക്ക് തങ്ങളെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല എന്നത് വളരെയധികം ദൗർഭാഗ്യകരം തന്നെയാണ്. അതുപോലെ തന്നെ പണ്ട് പ്രൊമോട്ട് ചെയ്ത ക്രീമുകളൊക്കെ അപകടകാരികളാണെന്ന് പിന്നീട് സമ്മതിച്ചവർ തന്നെ ഇന്ന് പുതിയ രൂപത്തിൽ മരുന്നൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ സ്കിൻ ടോൺ എന്തുമാകട്ടെ അത് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു നിമിഷത്തെ വെളുപ്പിന് വേണ്ടി നിങ്ങളുടെ
ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെയും നശിപ്പിക്കണമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യൻ്റെ ജീവനെ ബാധിക്കുന്ന ഇത്തരം ചതിക്കുഴികളിൽ അത് നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞ പോലെ പിന്നെയും അത് ആവർത്തിച്ച് പറയുന്നത് ഇതിൻ്റെ പ്രാധാന്യത്തെ ഓർത്തിട്ടാണ്. ഒരു വിദഗ്ധനായിട്ടുള്ള ചർമ്മരോഗ ഡോക്ടറെ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഭിപ്രായം തേടുക. ഈ വീഡിയോ മറ്റൊരാളുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.